ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ.യു. ജിനീഷ് കുമാർ എം.എൽ.എ പറഞ്ഞതനുസരിച്ച് വിവാഹം അല്പനാൾ മുൻപ് കഴിഞ്ഞ 2 പേർ നവവധുവും നവവരനുമാണ്. അവർ ഈ വിവാഹശേഷം യാത്ര പോയതാണെന്ന് മനസ്സിലാക്കുന്നു. ആ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി എയർപോർട്ടിൽ നിന്ന് അവരെ റിസീവ് ചെയ്യാൻ, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ 2 പേരുടെയും അച്ഛന്മാരാണ് പോയത് എന്നറിയുന്നു. അങ്ങനെ 4 പേരും വീട്ടിലേക്ക് മടങ്ങവേ ഒരുപക്ഷെ ആ യാത്ര പോയതിൻ്റെയൊക്കെ സന്തോഷവും തിരികെ എത്തിയതിന്റെ സന്തോഷവും ഒക്കെ ഉള്ള സമയത്താണ് ഈ രീതിയിൽ ഒരു വലിയ അപകടം സംഭവിക്കുന്ന. അപകടത്തിൽ 4 പേരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. അതീവ സങ്കടകരമായ ഒരു സംഭവമായി മാറുന്നു. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുന്നു. ഈ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചവരുടെ അതീവ സങ്കടകരമായ കാര്യം, ഒരു യാത്ര പോയി മടങ്ങിയെത്തിയ നവവധു നവവരനും എന്നാണ് ഇപ്പോൾ കെ.യു. ജിനീഷ് കുമാർ എം.എൽ.എ പറയുന്നത്. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് അച്ഛന്മാരാണ് 2 പേരുടെയും. അങ്ങനെ 4 പേർ ചേർന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ അത് അതീവ ദുഃഖകരമാണ്. തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ പാതി വഴിയിൽ വെച്ച് 4 പേരുടെ ജീവൻ പൊലിയുന്നു. തീർച്ചയായും പ്രജിൻ, അങ്ങനെ തന്നെ വേണം നമ്മളത് മനസ്സിലാക്കാൻ. നമുക്ക് നേരത്തെ ആ വിവരം ലഭ്യമായിരുന്നു. ഇരുവരും ഒരുമിച്ച് യാത്ര പോയി മടങ്ങി വരികയായിരുന്നു എയർപോർട്ടിലേക്ക്. ഇരുവരെയും റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇരുവരുടെയും അച്ഛന്മാർ അവിടേക്ക് പോയത്. അതായത് മാത്യു യുപ്പനും അതുപോലെ തന്നെ ബിജുവും. അനുവിൻ്റെ അച്ഛൻ്റെ പേര് ബിജു ആണ്. മാത്യു യുപ്പൻ നിഖിലിൻ്റെ അച്ഛനാണ്. കെ.യു. ജിനീഷ് കുമാർ എം.എൽ.എ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ആ വിവാഹത്തിലടക്കം പങ്കെടുത്തതാണ്. 1 മാസം മുൻപ് ആ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ചുള്ള യാത്ര പോയതാണെന്ന് മനസ്സിലാക്കാം. നമുക്കിപ്പം പത്തനംതിട്ട SP കൂടി നമ്മോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നു എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. സർ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ രായപ്പ സാർ പറയും. തീർച്ചയായും ആദ്യം അവർ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി അവർ രാവിലെ മുതൽ തന്നെ അവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഇവിടുന്ന് റോഡ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത് അവരാണ്. എന്തായാലും SP ഒരു പ്രതികരണം നമുക്ക് ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് ആണ് അല്പസമയം മുൻപ് പറഞ്ഞത്. ഒരു കാര്യം അദ്ദേഹത്തോട്, സാർ, 4 പേർ തന്നെ അല്ലേ? 4 പേര്. ഇവരെല്ലാവരും പോലീസ് സ്വദേശികൾ തന്നെ? എല്ലാവരും മല്ലശ്ശേരി മുക്കുകാരാണ്. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം 28/11 വിവാഹം. 28/11 വിവാഹം കഴിഞ്ഞു. അതിനുശേഷം കൃത്യമായ രീതിയിൽ പോവുകയായിരുന്നു, മലേഷ്യയിലേക്ക് പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മലേഷ്യയിൽ നിന്ന് അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. അവിടെ വെച്ച് റിസീവ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഈ ഇരുവരുടെയും അച്ഛന്മാർ. അവരെ റിസീവ് ചെയ്ത് കൊണ്ടുവരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ മുതൽ തന്നെ ഈ DYSPയും അതുപോലെ തന്നെ SP അടക്കം പുലരുമ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്പസമയത്തിനകം തന്നെ. എന്തായാലും നമുക്ക് നമ്മോടൊപ്പം ഈ വാർത്ത തുടക്കത്തിൽ തന്നെ അറിയിച്ച അനു ഇളവള്ളൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വട്ടക്കുളഞ്ഞി ഭാഗത്താണ് വീടെന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് അറിഞ്ഞത്. വട്ടക്കുളഞ്ഞി ഭാഗത്താണെന്ന് അറിഞ്ഞത്. അപ്പോൾ അവരുടെ ഒരാഴ്ചയായുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളതെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അവരെല്ലാവരും അപകടം വിവരം അറിഞ്ഞു വരുന്നേ ഉള്ളൂ, വീട്ടിൽ ഉള്ളവരൊക്കെ. അപ്പോൾ അവർ ആശുപത്രിയിലാണ് മൃതദേഹങ്ങളുള്ളത്? കോന്നി താലൂക്ക് ആശുപത്രിയിലും പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലുമാണ് നിലവിലുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളടക്കം ഇങ്ങോട്ട് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുക. SP ഒക്കെ വന്നിരുന്നു. പിന്നെ MLA ഒക്കെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം നിരന്തരം ഇവിടെ അപകടങ്ങളാണ്. സ്ഥിരമായിട്ട് സംസ്ഥാന പാതയാണ്. ഈ വീതി കൃത്യമായിട്ടില്ലാത്തതുകൊണ്ടും പിന്നെ അമിത വേഗതയും ഒക്കെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം. തീർച്ചയായും നമുക്കിപ്പോൾ നിഖിൽ ഈപ്പൻ മത്തായി എന്ന ആ ഒരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. നമുക്കത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ടൊറൻഡോ, ലിവ്സ് ഇൻ ടൊറൻഡോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പത്തനംതിട്ട എന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് തന്നെയാണോ എന്ന് നമുക്ക് കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. ഒരു പക്ഷേ ആവാതിരിക്കാം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതാണോ എന്ന് കൺഫേം ചെയ്യാതെ നമുക്ക് ആ ചിത്രങ്ങൾ നമുക്ക് കൊടുക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണെങ്കിലും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ റോഡ് പൂർണ്ണമായി ക്ലിയർ ചെയ്യുകയാണ്. വെള്ളമൊഴിച്ച് ആ റോഡ് പൂർണ്ണമായി, അപകടത്തിൽപ്പെട്ട പ്രദേശം പൂർണ്ണമായി വെള്ളമൊഴിച്ച് വൃത്തിയാക്കുകയാണ്. എന്തായാലും രാവിലെ തന്നെ 4 പേരുകൾ നമുക്ക് ഇന്നലെ വരെ വളരെ വലിയ സ്വപ്നങ്ങളുമായി ഒക്കെ ഇന്ന് രാവിലെ പുലർകാലത്ത് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം എന്നാഗ്രഹിച്ച് മലേഷ്യയിൽ നിന്ന് മടങ്ങി വന്ന ആ ഒരു കുടുംബത്തിലെ 4 പേർ
മരിച്ചിരിക്കുന്നു. അതിൽ 2 പേർ മലേഷ്യയിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. നിഖിൽ ഈപ്പനും അതുപോലെ തന്നെ അനു നിഖിലും, നിഖിലിൻ്റെ ഭാര്യ അനുവും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ 2 പേർ നവവധൂവരന്മാരായിരുന്നു. ഒരാഴ്ച മുൻപാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം മലേഷ്യയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നു. അവരെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്, സ്വീകരിക്കാൻ വേണ്ടി പോയതാണ്. അച്ഛന്മാരായ നിഖിലിൻ്റെ അച്ഛൻ മാത്യു ഈപ്പനും അതുകൂടാതെ ഈ പറയുന്ന അനുവിൻ്റെ അച്ഛൻ ബിജുവും അവർക്ക് ആണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ എന്തായാലും ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ അനുവിൻ്റെ മൃതദേഹമുണ്ട്. ബാക്കി കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് മറ്റ് മൃതദേഹങ്ങൾ ഉള്ളത്. ശരി ശ്രീത്, എന്തായാലും ഒരു ദിനം എങ്ങനെ ആരംഭിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ സംഭവിക്കുന്നു. അങ്ങനെ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പനയമ്പാടത്തെ ആ സംഭവത്തിന് ശേഷം നമ്മുടെ മനസ്സൊക്കെ ഏതാണ്ട് മരവിച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ, ഇങ്ങനെയൊരു വാർത്ത നൽകേണ്ടി വരുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്നു. അതും ഈ അടുത്ത് കല്യാണം, അതായത് 2 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് നിഖിലിന്റെയും അനുവിന്റെയും. നിഖിൽ കാനഡയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം വിവാഹത്തിനായി വന്നതാണ്. വിവാഹത്തിന് ശേഷം 2 പേരും കൂടി മലേഷ്യയിലേക്ക് ഒരു യാത്ര പോയതാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവച്ച ഒരു യാത്ര, ഒരുപാട് മോഹങ്ങളുള്ള യാത്ര. അത് പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. ആ സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ അവരുടെ തന്നെ പിതാക്കന്മാർ 2 പേർ, അച്ഛന്മാർ, അങ്ങനെ 4 പേർ ചേർന്ന് തിരികെ മടങ്ങുമ്പോഴാണ് ഈ രീതിയിൽ ഒരു അപകടത്തിന്റെ രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്നത്. ഇപ്പോൾ 4 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. അങ്ങനെ മറ്റൊരു അപകടത്തിലൂടെ നമ്മുടെ സംസ്ഥാന പാതയിലുടനീളം ആ രീതിയിൽ ജീവനുകൾ പൊലിയുന്നൊരു സംഭവം ആവർത്തിക്കപ്പെടുകയാണ്.